ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഞാൻ തെറ്റായിട്ടുള്ള ശാസ്ത്രീയമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാതെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നത് ഒരു സ്ഥലത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യവകുപ്പിനെതിരെ ഇവിടെ വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് ആ പ്രശ്നം, അങ്ങ് പറയൂ. അപ്പോൾ പറഞ്ഞു, ഇവിടെ മുഴുവൻ നായ്ക്കൾ ആണ്, അപ്പോൾ ആരോഗ്യവകുപ്പ് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജന്തുജന്യ രോഗങ്ങളിൽ ഇപ്പോൾ പേവിഷബാധയേറ്റകളും ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ 6,60,000 പേർക്കാണ് നമ്മൾ വാക്സിൻ കൊടുത്തത്. 6,60,000 പേർക്ക് വാക്സിൻ കൊടുത്തു ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള അത്രയും ആളുകൾക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ അതിൽ പല പ്രചരണങ്ങൾ നടന്നു. അതിലൊരു ഉദാഹരണം, ചില മാധ്യമങ്ങൾ എഴുതി ഇവിടെ വാക്സിൻ ക്വാളിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം ഇവിടെ വന്നു, നമ്മളെ അറിയിച്ചില്ല. അവർ ഇവിടെ വന്ന് വാക്സിൻ എടുത്തോട്ട് പോയി, അവർ പരിശോധിച്ചു, തിരിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് തിരിച്ച് നമ്മളെ റിസൾട്ട് അറിയിച്ചു. എല്ലാം ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഇനി നമ്മളിവിടെ ഒരു വാക്സിൻ്റെ ഒരു ബാച്ച് കൊടുക്കണമെങ്കിൽ അത് കസോളിയിലെ അവരുടെ ലാബിൽ സർട്ടിഫൈ ചെയ്തത് മാത്രമേ, ഒരു പർട്ടിക്കുലർ വാക്സിൻ അല്ല, ഓരോ ബാച്ചും നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല നമ്മുടെ വിഷയം, ആര് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, അത് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ഈ എങ്ങനെയാണ് നമുക്ക് ഇനി ആരോഗ്യവകുപ്പിൻ്റെ ഇൻ്റർവെൻഷൻ എന്താണ്. നമ്മൾ ഇത്രയും പേർക്ക് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഇത്രയും പേർക്ക് 6,60,000 പേർക്ക് വാക്സിൻ കൊടുത്തു. അപ്പോൾ 2031 ആവുമ്പോൾ റാബിസ് ഡെത്ത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇപ്പം നേരത്തെ ACS പറഞ്ഞു, നമ്മൾ രോഗനിർമ്മാർജ്ജനം ജനകീയമായ മുന്നേറ്റത്തിലൂടെ രോഗനിർമ്മാർജ്ജനം സാധ്യമാകണം. പല കലാസാർ, മലേറിയ, ഇപ്പോൾ ഒരിക്കൽ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടാണ്, ഇൻഡിജിനിയസ് ആയിട്ടുള്ളതല്ല അല്ലാതെയുള്ള കേസസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ഈ റാബിസ് ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ടുണ്ട്, അതിപ്പോൾ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കരുണി ഫാർമസികൾ വഴി ഈ സാമ്പത്തിക വർഷം എന്തായാലും, ഫ്യൂച്ചറിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, ഈ സാമ്പത്തിക വർഷം നമ്മൾ ആൻറ്റി റേബീസ് വാക്സിൻ സബ്സിഡൈസ്ഡ് റേറ്റിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളത് വിചാരിക്കുന്നു. അതോടൊപ്പം വാക്സിൻ പോളിസിയുടെ ഭാഗമായി അഡ്വൈസ് ചെയ്യുന്ന വാക്സിൻസിൽ ഒന്നായിട്ട് അതിപ്പോൾ വാക്സിൻ പോളിസി കൂടി പുറത്തിറക്കണം എന്നുള്ളത് നമ്മൾ കരുതുന്നു.